മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ തീരത്തിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ തീരത്തിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെത്തി നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെത്തി നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. എന്റെ കാൽകളെ പാറനിർത്തി ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറനിർത്തി ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു തുറന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ. പുതിയൊരു തുറന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. കർത്താവേ, എന്റെ യഹോവേ, നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്.
ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനം സ്തോത്രം ബഹുമാനം ശക്തിയും ബലവും യേശുവിന് 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 എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടമൊന്നു പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടമൊന്നു പൂർണ്ണമാക്കണേ സ്വർഗീയ പിതാവേ ഇന്ത്യയുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിലാക്കണേ സ്വർഗീയ പിതാവേ ഇന്ത്യയുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിലാക്കണേ ഇന്ത്യം ചെയ്തോനാം സുഖനെ പോലെ ഇന്ത്യം ചെയ്തോനാം സുഖനെ പോലെ ഇന്നു ഞാൻ വരുന്നേ ഇന്ത്യം ചെയ്യുവാൻ ഇന്നു ഞാൻ വരുന്നേ ഇന്ത്യം ചെയ്യുവാൻ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടമൊന്നു പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടമൊന്നു പൂർണ്ണമാക്കണേ നന്മയും പൂർണ്ണ സാധവുമുള്ള വിധവന്തെന്ന് ഞാനറിയുവാൻ നന്മയും പൂർണ്ണ സാധവുമുള്ള വിധവന്തെന്ന് ഞാനറിയുവാൻ എന്മാനുഭൂമി മാറുന്നു നിത്യം എന്മാനുഭൂമി മാറുന്നു നിത്യം പുണ്യമാണ് നീതി ലോകലാവണ്യം പുണ്യമാണ് നീതി ലോകലാവണ്യം എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടമൊക്കെ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടമൊക്കെ പൂർണ്ണമാക്കണേ ആരും അറിയാത്ത ശ്രേഷ്ഠഭോജനം ഞാൻ നിനക്കു നിത്യം ജീവിച്ചിടുന്നു ആരും അറിയാത്ത ശ്രേഷ്ഠഭോജനം ഞാൻ നിനക്കു നിത്യം ജീവിച്ചിടുന്നു എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു വേല തികയ്ക്കുന്ന എന്റെ ആഹാരം വേല തികയ്ക്കുന്ന എന്റെ ആഹാരം എന്റെ ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടമൊന്നു പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടമൊന്നു പൂർണ്ണമാക്കണേ നന്മയും പൂർണ്ണ സാധനമുള്ള വിധവന്തെന്ന് ഞാനറിയുവാൻ നന്മയും പൂർണ്ണ സാധനമുള്ള വിധവന്തെന്ന് ഞാനറിയുവാൻ എന്നാലും പുതുക്കി വാഴുന്നു നിത്യം എന്നാലും പുതുക്കി വാഴുന്നു നിത്യം പുണ്യമാണ് നീതി ലോകലാവണ്യം പുണ്യമാണ് നീതി ലോകലാവണ്യം എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ
ഇഷ്ടം വേണ്ടവയ്യ അങ്ങേ ഇഷ്ടം പൂർണ്ണമാക്കണേ ഇഷ്ടം വേണ്ടവയ്യ അങ്ങേ ഇഷ്ടം പൂർണ്ണമാക്കണേ സ്വർഗീയ പിതാവേ സ്വർഗത്തിലെ പോലെ ഭൂമിലാക്കണേ സ്വർഗീയ പിതാവേ സ്വർഗത്തിലെ പോലെ ഭൂമിലാക്കണേ ഇന്ദിരം ചെയ്യോന സുഖനെ പോലെ ഇന്ദിരം ചെയ്യോന സുഖനെ പോലെ ഇന്നു ഞാൻ വരുന്നേ ഇന്ദിരം ചെയ്യുവാൻ ഞാൻ വരുന്നേ ഇന്ദിരം ചെയ്യുവാൻ എന്റെ ദൈവമേ എന്റെ ദൈവമേ ഒന്നീടുന്നേ എന്നു മോദമായ എന്റെ ദൈവമേ ഒരു ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഇന്നു മോദമായ എന്റെ ഇഷ്ടം വേണ്ടവയ്യ അങ്ങേ ഇഷ്ടം പൂർണ്ണമാക്കണേ 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 കിടക്കുകളെ മാറ്റി വിളിച്ച ദൈവത്തിന് ആത്മാവിന്റെ നിറവാണ് ദൈവത്തിന് മഹത്വം കൊടുക്ക നമ്മുടെ കർത്താവിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട് അൽമനാഥനായ നമ്മുടെ യേശു കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട് Hallelujah, 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 hallelujah. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് എല്ലാ നാവുകളും ചലിക്കട്ടെ, എല്ലാ വായുകളും ചലിക്കട്ടെ, എല്ലാ അധരങ്ങളും തുറന്നുകൊണ്ട് ദൈവ സന്നിധിയിൽ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് നമ്മുടെ കർത്താവിന്റെ പകൽക്കാലം നമ്മുടെ നടുവിലാഗതനായി കടന്നു വന്നിട്ടുണ്ട്. അവന്റെ കാലൊച്ചയുടെ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ ഇമ്പമേറിയ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കട്ടെ. ആമേൻ. മാധുര്യമേറിയ ദൈവ ശബ്ദം ഇന്ന് പകൽക്കാലം നമ്മുടെ കാതുകളിൽ കേൾക്കട്ടെ. ദൈവ ശബ്ദത്തിന്റെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമാം നിന്നെ
കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ശേഷ സ്നേഹം നൽകണമെൻ പ്രഭു, ദഹിപ്പിക്കണമെന്നെ ശേഷ സ്നേഹം നൽകണം എൻ പ്രഭു. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം. യേശു നിന്റെ രൂപമേ എന്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം. ശിക്ഷനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം. എന്നെയും നിന്നെ പോലെയാക്കണം. വളരെ സമർപ്പണത്തോടുകൂടെ നമ്മുടെ ഹൃദയം ഏകാഗ്രമാകട്ടെ. ഒരുപാട് ചിന്തകളുമായി മനസ്സ് കലങ്ങിയവരായി വേദനയോടുകൂടെ നിറഞ്ഞ കണ്ണുകളുമായി ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയുടെ നടുവിലായിരിക്കുന്ന ദൈവവൈതലേ, ഇതാ ഒരു വലിയ ദൈവശക്തി അതിപ്പോൾ തന്നെ വ്യാപരിക്കുകയാണ്. നിന്നെ തൊടുന്നൊരു ദൈവം ഇതിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനം തിരിച്ചറിയുന്ന ദൈവമൊക്കെ കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ഇന്ന് പകൽക്കാലം നീ വന്നതുപോലെയല്ല, ഒരു ഇരട്ടി ശക്തി പ്രാപിച്ച്, ഒരു ഇരട്ടി ബലം പ്രാപിച്ച്, കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗിൽ നിന്ന് അവൻ മടങ്ങി പോകത്തക്കവണ്ണ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ നമ്മുടെ ശിരസിന് ആ ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം. സ്വോത്ര 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 വലിയൊരാത്മാവിന്റെ തീയ അവനൊരു വലിയൊരാത്മാവിന്റെ ഉണർവ് ഇന്ന് പകൽക്കാലം ഈ കൂട്ടായ്മയുടെ നടുവിൽ വ്യാപരിക്കുന്നത്. ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്ക. യേശുവിന്റെ നാമം ഇന്ന് പകൽക്കാലം മഹത്വമെടുക്കുന്ന നാമമാണ്. യേശുവിന്റെ നാമം ഇന്ന് പകൽക്കാലം വിടുവെക്കുന്ന നാമമാണ്. യേശുവിന്റെ ശക്തി ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ നമുക്ക് വണക്കാം. നമ്മുടെ അപ്പന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് അപ്പനോട് നമുക്ക് പറയാം, അപ്പച്ച, യേശുവേ ഇന്ന് പകൽക്കാലം എന്നെ ഒന്ന് തൊടണമേ. യേശുവേ ഇന്ന് പകൽക്കാലം അവരുടെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. അങ്ങയുടെ കരത്തിന്റെ സ്പർശനം ഇന്ന് പകൽക്കാലം എനിക്കൊന്ന് തിരിച്ചറിയണം. എന്നെ വെറുതെ പറഞ്ഞയക്കരുത്, എന്നെ വെറുതെ പറഞ്ഞയക്കരുത്. ഞാനൊരു ഒഴിഞ്ഞ പാത്രമാണ്, ഞാനൊരു ഒഴിഞ്ഞ പാത്രമാണ്. ഇന്ന് പകൽക്കാലം ഒരു നിറഞ്ഞ പാത്രമായി എന്നെ പറഞ്ഞയക്കണമേ. ഞാൻ നിരാശയോടെ മടങ്ങിപ്പോകരുത്, ഞാൻ ഭാരത്തോടെ മടങ്ങിപ്പോകരുത്.
ആ സ്ത്രീ യേശുവിനെ തൊട്ടു, അവന്റെ വസ്ത്രത്തിൽ തൊട്ടു, ദൈവശക്തി വ്യാപരിച്ചു. അവളിൽ നിന്ന് ബാധയൊഴിഞ്ഞവൾ സ്വസ്ഥമായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്കും ആ യേശുവിനെ ഒന്ന് തൊടുവാൻ കഴിയണം. അനുഗ്രഹിതമാകുന്ന ആത്മീയ ഗീതങ്ങൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ബലം നൽകി തന്നല്ലോ. പ്രാർത്ഥിപ്പാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് നമ്മുടെ നാവിന്മേൽ പകരേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സങ്കീർത്തനത്തെ കർത്താവ് നൽകി തരട്ടെ. ഈ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് അത് കാരണമായി തീരട്ടെ. ആത്മീക സന്ദേശങ്ങൾ, ദൈവിക ആലോചനകൾ, അതെ കർത്താവ് നമ്മോട് ഇടപെടുവാൻ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ അടിയനെ ദൈവം ശക്തീകരിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല സാക്ഷ്യങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറയുവാൻ കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. രോഗികളും ക്ഷീണിതരും അസ്വസ്ഥരും ബലഹീനരും ആയ പല പ്രിയപ്പെട്ടവരും നമ്മുടെ നടുവിലുണ്ടെങ്കിലും ദൈവം അവർക്ക് സൗഖ്യവും ആരോഗ്യവും കൊടുത്തു. ഹല്ലേലൂയ. പൂർണ്ണമായ വിടുതൽ കർത്താവ് കൽപ്പിക്കേണ്ടതിനാണ് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ തുടർന്നുള്ള ആത്മീയ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി നാം എല്ലാവരും പ്രാർത്ഥനയോടും സ്തുതി സ്തോത്രങ്ങളോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് 2 പേര് പ്രാർത്ഥിക്കും. അതിനുശേഷമായി സഹോദരന്മാരുടെ ഭാഗത്ത് ഒരാൾക്കും ദൈവസന്നിധിയിൽ തുടർന്നുള്ള ആത്മീയ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച ദൈവമേ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി കർത്താവേ, ക്ഷേമത്തോടെ ഞങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ കൂട്ടി വരുത്തിയ കൃപയ്ക്കായി ഐശ്വര്യത്തിന്റെ നാദനത്തിന്റെ സത്യത്തിന്റെ ആത്മാവിൽ ആരാധിക്കാം. ദൈവമുഖത്ത് നല്ലൊരു അവസരം കൂടുതൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ദൈവമേ, പാടുവാൻ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തിയ കൃപയ്ക്കായി നന്ദി. കർത്താവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. നല്ല സങ്കീർത്തനങ്ങൾ, നല്ല പ്രബോധനങ്ങൾ, ദൂതുകൾ, ആലോചനകൾ ഞങ്ങൾക്ക് പെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ആത്മീയ ശുശ്രൂഷകളും ദൈവനാമം സർവശക്തനായ ദൈവം കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ശാരീരിക പ്രയാസങ്ങളും പലവിധമാകുന്ന മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുള്ള അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇന്ന് പൽക്കാലം വ്യാപരിക്കട്ടെ. കർത്താവിന് വിടുതലോടെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ സർവശക്തനായ ദൈവം കൃപ ചെയ്യണമേ. ദൈവസന്നിധി ഞങ്ങളായിരിക്കുന്ന ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും നന്ദി കരയേറ്റുവാനും ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് വേണ്ടുന്ന കൃപ ദൈവം തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിലേക്കുന്ന കർത്താവെ, ശാരീരിക പ്രയാസങ്ങളോ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെയെല്ലാം തൊട്ട് കർത്താവ് സൗഖ്യമാക്കണം. പൂർണ്ണമായ വിടുതലുകൾ ദൈവം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പകർച്ചവ്യാധികളിൽ നിന്നൊക്കെയും കാക്കുന്ന കൃപയ്ക്കായി നന്ദി. ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം സ്തോത്രം പ്രാർത്ഥിക്കുകയാണ്. ദേവദാസന ശക്തമായിട്ട് ഉപയോഗിക്കുമാറാകണം. നാമോട് കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. ജനത്തിന്റെ ഹൃദയങ്ങൾ അറിഞ്ഞു വേണ്ടതായ ദൈവിക ആലോചനകൾ തന്നെ വചനത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുക്കുമാറാകണമേ. വചനത്തിന്റെ പ്രാഗൽഭ്യത്തോടുകൂടെ സംസാരിക്കാൻ വേണ്ടതാകണമേ. ഹല്ലേലൂയ. നാമോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവിക അനുഗ്രഹം പ്രാപിക്കാം. പകൽക്കാലം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞുപോയ ദിനങ്ങളൊക്കെയും കുഞ്ഞുങ്ങളെ ദൈവം സൂക്ഷിച്ചല്ലോ. ഹല്ലേലൂയ. അവരായിരുന്നിടത്ത് അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ എന്റെ ദൈവം സൂക്ഷിച്ച കൃപയ്ക്കായി നന്ദി. കർത്താവേ, വചനങ്ങൾ നന്നായിട്ട് പറയാനുള്ള കൃപ ദൈവം അവർക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, സ്തോത്ര സ്തോത്ര. ഞങ്ങളുടെ വാർത്തക സഹജമായ അപ്പച്ചനമ്മച്ചിമാരെ എല്ലാം ദൈവകരങ്ങളെ അവരെല്ലാം ദൈവം കാത്തുകൊള്ളണേ. ആരോഗ്യത്തോടെ ബലത്തോടായിരിക്കാൻ ദൈവം സഹായിക്കണമേ.
യേശു കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുന്നത് കൃപ ചെയ്യണം. വരാൻ ആഗ്രഹിക്കുന്നവരെ തക്ക സമയത്ത് കൂട്ടിവരുത്തണം. നടക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളും വലിയ അനുഗ്രഹമായി തീരുക. സർവശക്തനായ ദൈവം കൃപ ചെയ്യണം. സകലതും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. മാനവമഹത്വം നിർത്തട്ടെ. യേശുനാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. സ്വതന്ത്രം 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 ഹല്ലേലൂയ. ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്കായി സ്വാഗതം സഹായിച്ചു വരുവായിരുന്നല്ലോ. നന്ദി പറയുന്നു. ലോകത്തോട് മല്ലടിച്ച് മണ്ണത്തോട് മല്ലടിച്ച് കർത്താവേ, ജീവനുള്ള ദേശത്ത് ഒരു ദിവസം കൂടെ അവർ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അപ്പാ ഓരോ ജനതയുടെ കരങ്ങളിലേക്ക് കർത്താവേ ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് കർത്താവെ ഒരു കൊള്ള വിദ്യകളെ മോര് മടങ്ങി പോകാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണേ, ശക്തീകരിക്കണേ, ബലപ്പെടുത്തണേ. ആത്മാവിന്റെ ശക്തിയോട് കർത്താവെ ആരാധിപ്പാൻ കർത്താവെ ഹല്ലേലൂയ. ദേഹത്തിന്റെ ആത്മാവിൽ കർത്താവെ ആരാധിപ്പാൻ ശ്രമിപ്പാൻ അവരുടെ എല്ലാ മനസ്സുകൾക്കും നന്ദി കരയുവാൻ തങ്ങളുടെ കർത്താവ് ഓരോ ജനത്തെ ഒരുക്കിയെടുക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ആരെങ്കിലും ഉദാസീനതയോടെ ഒരു ഭവനത്തിലായിരിക്കുന്നെങ്കിൽ അവരോട് കർത്താവ് ഇടപെടണമേ. നിങ്ങളുടെ ദിവസങ്ങളിൽ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും വഴിയാത്രയിലുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ കടന്നു നിൽക്കുന്ന എല്ലാവരും അവരുടെ കരങ്ങളിലേക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്കുന്നവരുടെ വിദ്യാഭ്യാസമൊക്കെ അനുകൂലമായി ചെയ്യുവാൻ ഈ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊന്നും അവരെ ബാധിക്കാതെ രോഗക്കാരോ ഭാരത്താരോ ഒന്നും കർത്താവെ ബുദ്ധിമുട്ടുവാൻ ഇടവരുത്താതെ കർത്താവിനെ സഹായിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെ യൗവനക്കാരെയോ പ്രാർത്ഥിക്കുന്നു. യൗവനമോഹങ്ങളിൽ കുടുങ്ങി പോകാതെ ദോഷങ്ങളുടെ അവസ്ഥകളൊന്നും ചെന്നുവിടാതെ എല്ലാവരെ കാത്തുകൊള്ളുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായാധികരായിട്ടുള്ള മാതാപിതാക്കളും ഒന്നും പ്രാർത്ഥിക്കുന്നത് ശാരീരികമായ ക്ഷീണമുള്ളവരുണ്ട്, ഭാരമുള്ളവരുണ്ട്, സാമ്പത്തികമായ അവരുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാണെന്ന് സഹായിക്കുമാറാകെ അവർക്ക് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പലവിധമായ ആവശ്യങ്ങളും ഉണ്ടായിരിക്കുന്നവരുണ്ട്, ഭവനം പണിയുന്നവരുണ്ട്, പലവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കുന്നവരുണ്ടല്ലോ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പൂർണ്ണ സൗഖ്യം കിട്ടുവാൻ ശരീരത്തിലുള്ള ആരോഗ്യം കിട്ടുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. Praise the Lord. Hallelujah. 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 നിങ്ങളുടെ വലിയവരായ നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. Praise the Lord. Hallelujah. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Praise the Lord. Hallelujah.
കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം, അങ്ങയുടെ വലിയ ബലത്തിനായി സ്തോത്രം, അങ്ങയുടെ നന്മയ്ക്കായി സ്തോത്രം, നിങ്ങളുടെ വലിയ സാന്നിധ്യത്തിനായി നന്ദി, നന്ദി, നന്ദി. ഓരോ അത്ഭുതകരമായി നടത്തുന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട്, അവിടുത്തെ കരുണയ്ക്കായിട്ട്, അവിടുത്തെ സ്നേഹിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നൽകണമേ സ്വർഗീയ നാഥാവിദ്യാസ്തോതാവേ, ആരാധിക്കാൻ സങ്കീർത്തനങ്ങൾ ദാനമായി നൽകണമെന്ന് ബലപ്പെടുത്തണമേ. അതായത് ജീവിതത്തില് അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ ഓരോ വചനങ്ങൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ പൂർവ്വസികളെ കണ്ടില്ലേ ദേശത്തിൽ താഴുവാൻ ഞങ്ങളെ സഹായിക്കുന്നതാവേ. അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ ജീവനുള്ളവരായി കർത്താവേ, അവിടുന്ന് പ്രഭാകരണമേ. കർത്താവേ, ഞങ്ങൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ വചനം ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ വരവേ എടുത്തിരിക്കാതെ കർത്താവേ, കർത്താവേ, അങ്ങയുടെ വരവിന് ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾ ജലമറിയുന്ന കർത്താവേ, ആ ജലത്തിന്റെ എല്ലാ കഷ്ടതയും കർത്താവേ ഞങ്ങൾ വാക്കുകൊണ്ട് നോട്ടുകൊണ്ട് ചിന്തകൊണ്ട് പാപം ചെയ്യാതെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കിയിരിക്കുന്ന കർത്താവേ, കർത്താവിന്റെ ദീർഘരേഖയിലേക്ക് കടത്തുന്ന എല്ലാ ദൈവങ്ങളെയും സമർപ്പിക്കണം. കർത്താവിന്റെ കാര്യങ്ങളെ കേൾപ്പിക്കുന്ന ഞങ്ങളുടെ സൗകര്യങ്ങളൊക്കെ ദൈവത്തിന്റെ തിരുക്കരയിൽ സമർപ്പിക്കുകയാണ്. ഒരു മഴ ചെയ്യുന്ന ലോകങ്ങൾ അവർ കടന്നുവരാനിടയാവില്ലപ്പ. അവിടുത്തെ കൃപയിൽ അവരെ പൊതിഞ്ഞു കൊടുക്കണേ. ഒരു ലോകങ്ങൾ അവരെ വേണ്ടിയാണ് ഇടയാവില്ലാതെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർക്ക് സ്കൂളിൽ പോയി ഒരു കുളിക്ക് അവിടുത്തെ കാവലും കോട്ടയായിരിക്കണമേ. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി ജ്ഞാനമൊക്കെ കർത്താൻ നൽകണമേ. മഴ ചെയ്യുന്ന രോഗങ്ങൾ എന്താ അവരെ വ്യാപരിക്കാനല്ലേ അവരുതപ്പ. അവരുടെ കൃപയിൽ അവരെ പൊതിഞ്ഞു കൊടുക്കണേ. സൂര്യമാത കർത്താവിന്റെ ദീർഘരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നവ അവരുടെ ജോലി മേഖലകളൊക്കെ കൂടുന്ന സഹായിച്ചല്ലോ. അങ്ങനെ ശ്രദ്ധിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരെ ബലപ്പെടുത്തിക്കൊള്ളണമേ. കർത്താവെ, കടന്നു വരാൻ ഇടയാവരുതപ്പ. അവരുടെ കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ. സൂര്യനാഥ കർത്താവിന്റെ ദീർഘരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഭവനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെടുന്നവരുടെ കർത്താവെ, അവിടെ കർത്താവിന്റെ അത്ഭുതമാകുന്ന കരങ്ങളിലാണ് അവിടുത്തെ അടിപ്പിടലുകളാൽ സൗഖ്യം ഞങ്ങൾ വചനത്തിൽ വായിക്കുന്ന കർത്താവെ, പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് അവരടുത്തായി വരുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ. ശ്രദ്ധിക്കാനാഥ പിന്നാറ്റുകാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണെന്ന് കർത്താവ്. ആരും നശിക്കുവാൻ ഇടയാകുന്നപ്പ അവരുടെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നതിനെ അവർ തന്റെ സന്നിധിയിലേക്ക് പാതാളത്തിൽ കടന്നു വരുവാനും ആത്മാവ് ദൈവത്തെ ആരാധ്യം അകത്തപ്പെടുത്തുന്നതിന് അവരെ കൊണ്ടുവരുന്നപ്പ അവന്റെ കാര്യങ്ങളെ കേൾപ്പിക്കുന്ന ദൈവമേ. അങ്ങനെ കർത്താവെ സ്നേഹമായ ദൈവമാണോ കർത്താവെ. അതിന്റെ കർത്താവെ കർത്താവിന്റെ കാര്യങ്ങളെ കേൾപ്പിക്കുന്ന
Praise the Lord. ഏറ്റവും തീരുവാൻ ഇതിന്റെ വിടുതലായി തീരുവാൻ കർത്താവോടൊന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ കർത്താവിന്റെ തിരുകരങ്ങളിൽ സമർപ്പിക്കുന്ന സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന എല്ലാ ആരാധന കൂട്ടുകളെയും കർത്താവിന്റെ തിരുകരങ്ങളിൽ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ദേശത്തെ കർത്താവിനെ സമർപ്പിക്കുന്നു. അനേകം അങ്ങേക്ക് പ്രിയമുള്ളവരുടെ കർത്താവേ, അങ്ങയുടെ വലം കൈയാൽ രക്ഷിച്ച് ഞാൻ ഉത്തരണം വേണമെന്ന് കർത്താവേ. ഒരു സഭയായിട്ട് ഈ ദേശത്ത് കർത്താവോട് സഹായിക്കുന്ന കർത്താവേ, സഭയുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും കർത്താവായി അറിയുന്ന കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് സഭയേറ്റുന്നപ്പ അല്ലെങ്കിൽ കർത്താവേ ഇവിടെ പാട്ട് കർത്താവിന്റെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളായി കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സംസ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം. 17-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിന്റെ 15-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിൻമൊഴികൾ മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സേഴും ഹൃദയത്തിനാനന്ദമേ. തേജസ്സേഴും ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സേഴും ഹൃദയത്തിനാനന്ദമേ. തേജസ്സേഴും മുഖമേ ഹൃദയത്തിനാനന്ദമേ. 17-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഞാനിവിടെ വായിക്കുന്നു. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, കാൽ വഴുതിയതുമില്ല. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. എന്നെ ചുറ്റുവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചെറുകന്റെ നിഴൽ എന്നെ മറച്ചുകൊള്ളണമേ. അവരിപ്പോൾ ഞങ്ങളുടെ
കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വെക്കുന്നു. യഹോവേ, എഴുന്നേറ്റ് അവനോട് നിർത്ത്, അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി തിരുവെഴുത്തുകളെല്ലാ സംസ്ഥാനങ്ങളിൽ വെച്ച് ഒരു നിമിഷമെല്ലാ ദൈവമക്കളും കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. നന്ദിയോട് നമ്മുടെ കർത്താവിന് സകല മഹത്വവും നമുക്ക് അർപ്പിക്കാം. ഈ ഒരു പകൽക്കാലം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നമുക്ക് ആരോഗ്യം ദൈവം നൽകി തന്നു, സൗഖ്യം ദൈവം നമുക്ക് നൽകി തന്നു. ആമേൻ. ദൈവം നമ്മെ സൂക്ഷിച്ച ദൈവത്തിന്റെ കൃപകൾ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എളിയവർ അത് കണ്ട് സന്തോഷിക്കും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു. എത്രയോ മാധുര്യമേറിയ ദൈവത്തിന്റെ വചനത്താൽ ദൈവം നമ്മെ നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. ആകയാൽ നമുക്ക് വായിക്കപ്പെട്ട സങ്കീർത്തന ഭാഗത്തെയും തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമത്തായിച്ചാൽ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. Praise the Lord. Hallelujah. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ സ്വസ്ഥാനങ്ങളിലിരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ തിരുനാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയതുമാകുന്ന ഈ ഞായറാഴ്ചയുടെ ഉയർപ്പിന്റെ ദിനത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. രാവിലെ അതിശക്തമായ മഴയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത്രയും ദൈവമക്കൾക്ക് കടന്നു വരുവാൻ ദൈവം സാവകാശം ഒരുക്കിയല്ലോ. കഴിഞ്ഞൊരാഴ്ച മുഴുവനും നാം ആയിരുന്ന ഇടങ്ങളിലെല്ലാം ദൈവം നമ്മെ കാത്ത് പരിപാലിക്കുവാൻ ഇടയായി തീർന്നു. ആകയാൽ ആരോഗ്യം നൽകി തന്നു, സൗഖ്യം നൽകി തന്നു, ക്ഷേമത്തോടെ നമ്മുടെ ഏതൊരാവശ്യങ്ങളുടെ നടുവിലും നമ്മെ വഴി നടത്തിയ നമ്മുടെ കർത്താവിനെ അല്പസമയം ആരാധിക്കുവാനും കർത്താവിന് നന്ദി കൊടുക്കുവാനും വേണ്ടിയാണല്ലോ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത്. നിശ്ചയമായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം കടന്നു വന്നതുപോലെയല്ല, ഒരു വലിയ ആത്മീക സന്തോഷം പ്രാപിച്ചവരായിട്ട് വേണം ആമേൻ നമ്മുടെ ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് ആമേൻ നമ്മൾ ഈ കൂട്ടത്തിൽ നിന്ന് മടങ്ങി നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ. ആ നിലകളിൽ ദൈവം നമ്മെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞൊരാഴ്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വെള്ളിയാഴ്ച നമ്മുടെ സ്കറിയാച്ചാന്റെ ഭവനത്തിൽ വെച്ച് ഭവന പ്രാർത്ഥനയായിട്ട് ക്രമീകരിക്കുവാനും ചില പ്രിയപ്പെട്ടവർക്ക് ആ പ്രാർത്ഥനാ യോഗത്തിൽ കടന്നു വന്ന് സംബന്ധിക്കുവാനും ഇടയായി തീർന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ആകയാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ജൂൺ മാസത്തിന്റെ 1-ാം ദിനം മുതൽ 1-2 ദിവസങ്ങൾ
കൂടെ കഴിയുമ്പോൾ ഈ മാസം തീരുകയാണ്. ഈ മാസത്തിന്റെ ഓരോ ദിനങ്ങളിലും ദൈവം നമ്മെ നടത്തിയ വഴികൾ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്കറിയാം, ഈ കാലാവസ്ഥയുടെ വ്യതിയാന നിമിത്തം അനേകര് രോഗികളായിട്ട് പകർച്ചയുടെ രോഗത്തിന്റെ പ്രയാസങ്ങളാലൊക്കെ ആയിരിക്കുന്നെങ്കിലും ദൈവം ഇത്രത്തോളം നമ്മെ സഹായിക്കുകയും വിടുവിക്കുകയും നമ്മെ നടത്തുകയും ചെയ്ത ദൈവത്തിന് ഹൃദയംഗമായിട്ട് സ്തോത്രം ചെയ്യുവാനും നന്ദി പറയുവാനുമുള്ള സമയമാകിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കും. എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും മനുഷ്യനെ ഭയപ്പെടുത്തുന്നതായ ലോകത്തിന് ഇനി എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ലോകങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾക്ക് പോലും അറിയുവാൻ കഴിയാത്ത ഒരു വല്ലാത്ത കലുഷിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ലോകത്തിൽ എന്ത് സംഭവിച്ചാലും സ്തോത്രം, ദൈവമക്കളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് അത് പ്രയാസമുളവാക്കുന്നതാണെങ്കിലും യുദ്ധമില്ലാത്ത സ്തോത്രം, കലുഷിതമല്ലാത്ത സമാധാനപരമായിട്ടുള്ള ഒരു ലോകത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആ രാജ്യത്തിന്റെ പേര് ഇളകാത്ത രാജ്യമെന്നാണ്. നിത്യമായ ഒരു സന്നിധിയാണ് ആ ദൈവരാജ്യം എന്ന് പറയുന്നത്. ആകയാൽ വളരെ പ്രത്യാശയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിച്ച് 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുൻപാകെ ഓർപ്പിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം ആധികാരികമായി നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, യഹോവേ ന്യായത്തെ കേൾക്കണമേ. നോക്കി, ദാവീദ് രാജാവിന്റെ ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധിയുടെ നടുവിൽ തന്റെ ഒരു പ്രാർത്ഥനാ വാചകങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സങ്കീർത്തനം ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ തന്നെ തന്റെ ശത്രുവായ ശൗലിന്റെയും അവന്റെ സൈന്യത്തിൽ നിന്ന് ഒളിച്ചോട് ജീവിക്കുന്ന കാലത്താണ് ഈ സങ്കീർത്തനം താൻ രചിക്കുവാനിടയായി തീർന്നത്. ശത്രുവിന്റെ പീഡ നിമിത്തം, ശത്രുക്കളുടെ വർധനവ് നിമിത്തം അവനൊരു ഏകാന്തതയിലോ മാനസികമായിട്ടൊക്കെ തളർന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ താൻ തളർന്നു പോയില്ല, ക്ഷീണിച്ചു പോയില്ല. ഈ സങ്കീർത്തനം രചിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് തന്റെ കൈവിരലുകളെ ശക്തീകരിക്കുവാനിടയായി തീർന്നു. ഒന്ന് നാം മനസ്സിലാക്കണം, ജീവിതത്തിൽ കടന്നു വരുന്ന ചെറുതും വലുതുമാകുന്ന ഏതെല്ലാം പ്രതിസന്ധികളാണെങ്കിലും അതൊക്കെ പിന്നീട് നന്മയ്ക്കായിട്ടാണെന്ന് പറയത്തക്കവണ്ണം ദൈവം ആ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാനിടയായിത്തീരും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ അങ്ങ് ശ്രദ്ധിക്കണമേ. വലിയൊരു ശബ്ദകോലാഹലത്തെക്കാൾ ഉപരിയായിട്ട് തന്റെ ഹൃദയത്തിലെ വിങ്ങിപ്പൊട്ടുന്ന താൻ നേരിടുന്ന ആ പ്രതിസന്ധി കരച്ചിലായിട്ടോ നിലവിളിയായിട്ടോ പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധാനത്തിൽ ഉയരുകയാണ്. അപ്പൊ പ്രശ്നങ്ങൾ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയല്ല ചെയ്യുന്നത്. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ദൈവത്തോട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ വേണ്ടിയുള്ളതല്ല, ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ള ഒരു മുഖാന്തരമായിട്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കുവാനിടയായിത്തീരും. നോക്കൂ, ഇവിടെ പറയുകയാണ്, എന്റെ നിലവിളിയെ അങ്ങ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതലിന്റെ കരച്ചിൽ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ശ്രദ്ധയോടെ കേൾക്കാം, ശ്രദ്ധയല്ലാതെ കേൾക്കാം. നമ്മളൊരു വ്യക്തിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം പറയുന്ന കാര്യങ്ങൾ ആ ശ്രോതാവായിരിക്കുന്ന നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തി വളരെ സസൂക്ഷ്മമായിട്ടോ വളരെ ശ്രദ്ധാകരമായിട്ടോ
അത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. ഇല്ലേ? അവൻ എങ്ങനെയാണ് ഒരുപക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സില്ലാതെ അവൻ അശ്രദ്ധനായിട്ട് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നു എങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇദ്ദേഹം ഞാൻ പറയുന്ന ഒരു കാര്യവും എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന് അതിനോടെന്തില്ല, ഒരു താല്പര്യവുമില്ല. നോക്കൂ, ഇവിടെ ഒരു കാര്യം പറയുകയാണ്. സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത്? എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. അപ്പൊ ദൈവം, ഒരു ദൈവ പൈതലിന്റെ നിലവിളി എന്ത് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ പ്രാർത്ഥന ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ആമേൻ. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ആമേൻ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നൊരു ദൈവം. നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുക എന്നതുള്ളത് മാത്രമല്ല, നമ്മളെയും എന്ത് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്കുന്നുണ്ട്. ആമൻ, നീയില്ലാതെ, ആമൻ, നിന്നെ കൂടാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നമ്മുടെ നടത്തം, നമ്മുടെ പോക്ക്, നമ്മുടെ വരവ്, നമ്മുടെ ജീവിതത്തിന്റെ ആകമാനമുള്ള എല്ലാ മേഖലകളിലും നമ്മെ ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. ആമൻ. നോക്കി, അപ്പൊ എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത ആധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ നോക്കിയ, പ്രാർത്ഥനയ്ക്ക് ഒരു കണ്ടീഷൻ അവൻ നമ്മെ സങ്കീർത്തനക്കാരൻ പഠിപ്പിക്കുക. എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, ഒരു നേർച്ച പോലെ അതങ്ങ് കഴിക്കുക എന്നുള്ളതല്ല. ആമൻ. ധാരാളം വീടുകളിൽ ആമൻ പ്രാർത്ഥന നടക്കാറുണ്ട്. ചിലത് അതൊരു നേർച്ചയായിട്ട് നടത്തുന്ന ആളുകൾ. ഇന്ന് അത് നടത്തിയില്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ ആമല്ലേ, നേർച്ച വഴിപാട് പോലെ കഴിക്കുന്ന ആളുകൾ. എന്നാൽ അങ്ങനെയല്ല. ആമേൻ. സ്തോത്രം. പിന്നെങ്ങനെയാണ്? ഇതൊരു നേർച്ചയോ വഴിപാടോ ആയിട്ടല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് പോലാണ് ഒരു വ്യക്തി ദൈവമായിട്ട് സംസാരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? ദൈവത്തോടൊരു വൺവയായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആമൻ. അവിടെ നിന്ന് പറയുന്നതൊന്നും കേൾക്കാൻ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആമൻ, മനസ്സ് വെക്കുന്നില്ല. ചില ആളുകളുണ്ടല്ലോ, ആമൻ സ്തോത്രം, അവരങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ അവരാ പറഞ്ഞ് തീരുന്നിടം വരെ അതെന്ത് ചെയ്തോണ്ടിരിക്കും? പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്തിരിക്കുന്ന ശ്രോതാവ് ശ്രദ്ധിക്കുന്നുണ്ടോ? അദ്ദേഹം കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ റെസ്പോണ്ട് എന്താണ്, മറുപടി എന്താണെന്നൊന്നും ആമൻ അദ്ദേഹത്തിന് പ്രശ്നമേ അല്ല. സ്തോത്രം. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. സ്തോത്രം. ആ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് എന്ത് ലഭിക്കുമെന്നറിയാമോ? ഊർജം പകരുവാനിടയായിത്തീരും. സ്തോത്രം. ദൈവം നമുക്ക് എന്ത് ചെയ്യും? ബലവും ശക്തിയും ഊർജവും പകരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുകയാണ് കപടമില്ലാത്ത അതരത്തിൽ നിന്ന്. അപ്പൊ ഒരു കണ്ടീഷൻ ആമെ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കണം. അത് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുകയാണ്. കപടമില്ലാത്ത എന്റെ അതരത്തിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥന ദൈവമേ അങ്ങെന്ത് ചെയ്യണമേ? ചെവിക്കൊള്ളണമേ. അപ്പൊ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കൂ. ആമെ പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. ആമെ പക്ഷേ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കപടമില്ലാത്ത എന്റെ അധരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ പ്രാർത്ഥനാ വാചകങ്ങളെ അങ്ങ് ചെവിക്കൊള്ളുമാറാകണമേ. മറ്റൊരു ഭാഗത്ത്
യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാ പറയുന്നത്, പാപികളുടെ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. സ്തോത്രം. ആരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പാപിയെ ദൈവത്തിന് എന്താണ്? വലിയ ഇഷ്ടമാണ്. പാപിയെ ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ പാപത്തെ ദൈവം എന്ത് ചെയ്യുകയാണ്? വെറുക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നമ്മളിപ്പോ ചോദിക്കുകയാണ്, പാപിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? സ്തോത്രം. പാപി അല്ലേന്ന് ചോദിച്ചാൽ എന്താ പറയാ? സ്തോത്രം. പാപി സ്തോത്രം. ചില പ്രാർത്ഥനയുടെ അവസാനത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഈ പാപിയായ എന്നോട് എന്ത് ചെയ്യണമേ? കരുണ തോന്നണമേ. നമ്മളെ ദൈവം അല്ല, ഈ കർത്താവ് നമ്മെ വിളിച്ചത് പാപിയായി ജീവിക്കാനല്ല, പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു നമ്മെ വിളിച്ചത്. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്ന് പറഞ്ഞ് വിശുദ്ധ സഹോദരന്മാരെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചൊരു ദൈവ പൈതലിന്റെ പേരാണെന്ന് വിശുദ്ധൻ എന്നുള്ളത്. സ്തോത്രം. അപ്പൊ പാപി എന്നുള്ള അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യുകയാണ്? ഒരു മാറ്റം വരികയാണ്. ആ തലത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആ പ്രാർത്ഥനയിലൂടെ മാറുകയാണ്. എന്താ കാരണം? നമ്മുടെ പാപത്തെ എല്ലാം ആരുടെ മേൽ നമ്മൾ ചുമത്തി? യേശു കർത്താവിന്റെ മേൽ ചുമത്തി. സ്തോത്രം. ആമേൻ. അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ. കപടമില്ലാത്ത ആദരത്തിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ അങ്ങ് ചെവിക്കൊള്ളണമേ. അപ്പൊ കപടമില്ലാത്ത ആദരത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ചെവിക്കൊള്ളുന്നത്. മൂന്നാമത്തെ വാക്യം നോക്കിയേ. അത്ര ഉറപ്പ് പറയാൻ കാരണം എന്താണെന്നറിയാമോ? നീ എന്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? ഇതെല്ലാം എവിടെ നിന്നാ വരുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം എവിടെ നിന്നാ വരുന്നത്? ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ പറയുകയാണ്, അപ്പൊ ഈ വരുന്ന സംഗതികളെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്ന, പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഹൃദയത്തെ ആര് ശോധന ചെയ്തു? ദൈവ ശോധന ചെയ്തു. സ്തോത്രം. ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? നല്ലതും ചീത്തയുമായിട്ടുള്ളത് സകലതും പുറപ്പെടുന്നത് ഒരു മനുഷ്യന്റെ കൊച്ചു ഹൃദയത്തിൽ നിന്നാണ്. എന്നാൽ കർത്താവ് ശോധന ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആ മനുഷ്യന്റെ ഹൃദയത്തെയാണ്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ എന്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? ശോധന ചെയ്തു. എന്നിട്ട് അടുത്ത് എന്താ പറയുന്നത്? രാത്രിയിൽ നീ കിടന്നുറങ്ങുമ്പോൾ നിന്റെ റൂമിന്റെ അകത്ത് നിന്നെ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സമാധാനത്തോടെ നീ കിടന്നുറങ്ങുമ്പോൾ, ഉറങ്ങാൻ വേണ്ടി നീ കിടക്കയിലേക്ക് അഭയം പ്രാപിക്കുമ്പോൾ നിന്നെ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ആർക്കും നിന്റെ അടുത്ത ചില പ്രത്യേക സാഹചര്യത്തിൽ അടുത്തു വരുവാൻ കഴിയാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അവിടെയും ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ആശുപത്രിയിലെ വാർഡുകളിൽ നമ്മോടൊപ്പം ആളുകൾക്ക് നിൽക്കാം. സാധാരണ ഔസിയിലും ഒരാളെ വേണമെങ്കിൽ എന്ത് ചെയ്യും? താൽക്കാലികമൊക്കെ ആയിട്ട് നിർത്താം. പക്ഷെ അതിന്റെ അപ്പുറത്തുള്ള അവസ്ഥയിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. അവിടെ നമ്മുടെ അമ്മയോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കൾക്കോ മറ്റുള്ള ആർക്കും അവിടെ കടന്നു വരുവാൻ കഴിയത്തില്ല. ആ പ്രത്യേക സാഹചര്യത്തിൽ നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടെന്ന് അതനുഭവിച്ചിട്ടുള്ള ആളുകൾ ഇതിന്റെ അകത്തുണ്ട്. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നിന്റെ പാസ്റ്റർക്ക് അടുത്ത് വരാൻ കഴിഞ്ഞില്ലെന്ന് വരാം, നിന്റെ ഭാര്യയ്ക്ക് അടുത്ത് വരാൻ കഴിഞ്ഞില്ലെന്ന് വരാം, നിന്റെ മക്കൾക്കടുത്ത് വന്ന് നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ ഒരു കാര്യം പറയാം, സർവശക്തനാകുന്ന ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവമാണ്.
അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വില നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ക്വാളിറ്റി, അതിന്റെ അന്തസത്ത, അതിന്റെ വിലമതിക്കുവാനാകാത്ത അനുഭവങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. ഇല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ അതിന്റെ പുറത്തു വരെ നമുക്ക് നിൽക്കുവാൻ കഴിയും, അകത്തേക്ക് നമുക്ക് കയറുവാൻ കഴിയുകയില്ല. പക്ഷെ അവിടെയും നിന്നെ പിന്തുടരുന്നൊരു ദൈവശക്തിയുണ്ട്, നിന്റെ കൂടെ വരുന്നൊരു ദൈവ കൃപയുണ്ട്, ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നീ എന്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? ശോധന ചെയ്തു. എന്നിട്ട് പറയുകയാണ്, നീ എന്നെ രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരിശോധിച്ചപ്പോൾ, നീ എന്നെ ശോധന ചെയ്തപ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ദുരുദ്ദേശം എന്ത് ചെയ്തില്ല? കണ്ടെത്തിയില്ല. നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ ഉദ്ദേശങ്ങൾ സതുദ്ദേശങ്ങളായിരിക്കും. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ ഹൃദയത്തിൽ, എന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരു രാത്രിയിൽ ദൈവം എന്നെ സന്ദർശിച്ചു, എന്റെ ഹൃദയത്തെ പരിശോധിച്ചു, ശോധന കഴിച്ചു. ആ സന്ദർഭങ്ങളിൽ എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ദുരുദ്ദേശവും അങ്ങയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ദൈവവൈതന്റെ ഹൃദയവും അവന്റെ ജീവിതവും ഇങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളെ എന്ത് ചെയ്യുകയാണ്? പഠിപ്പിക്കുകയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കിയ ദൈവമക്കളെ, നാം ചെയ്യുന്ന ഏത് കാര്യങ്ങളായിരുന്നാലും അതിന്റെ ഉദ്ദേശമാണ് ദൈവം നോക്കുന്നത്. സ്തോത്രം. ചില ആളുകൾ പറയാം, ഞങ്ങൾ മുറുക്കാറില്ലെന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും, നിങ്ങൾ കഴിക്കുന്ന മരുന്നിനകത്ത് അതിന്റെ ചില അംശങ്ങളുണ്ടല്ലോ. ഞങ്ങള് മദ്യപിക്കാറില്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും, ഇന്ന മരുന്നിനകത്ത് ആൽക്കഹോളിന്റെ അംശങ്ങൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മുടെ കുറ്റം കണ്ടുപിടിക്കുവാൻ പലരും പല കാര്യങ്ങളുമായി നമ്മുടെ അടുക്കൽ എന്ത് ചെയ്യും? കൊണ്ടുവരും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതുള്ളത് കൊണ്ട് നീയും എന്ത് ചെയ്തോ? കുടിച്ചോ, വലിച്ചോ, നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ എന്നെന്ത് ചെയ്യുക? നമ്മളെ നിർബന്ധിക്കുകയാണ്. സ്തോത്രം. എന്നാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു മരുന്നിനകത്ത് അതിന്റെ കണ്ടന്റുകളിൽ പലതും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകാം? അടങ്ങിയിട്ടുണ്ടാകാം. അത് നമ്മൾ കുടിക്കുന്ന നമ്മുടെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. ആ ഉദ്ദേശമാണ് ആര് നോക്കുന്നത്? ദൈവം നോക്കുന്നത്. സ്തോത്രം. ഞാനിവിടെ പറഞ്ഞു വന്നത്, ഏതൊരു കാര്യം നാം ചെയ്യുമ്പോഴും അതിനകത്ത് സതുദ്ദേശമാണ് ആര് നോക്കുന്നത്? ദൈവം നോക്കുന്നത്. സ്തോത്രം. നമ്മൾ ഈവൻ ഇടുന്നൊരു ഷർട്ട്, ഒരു വസ്ത്രം നമ്മൾ ഇടുന്നത് നമ്മുടെ നഗ്നത മറയ്ക്കുവാനാണെങ്കിൽ അതിനകത്ത് യാതൊരു ദുരുദ്ദേശവുമില്ല. അല്ല, ഞാൻ ഇടുന്നത് മറ്റുള്ളവരെ ഒന്ന് കാണിക്കാനാണ്, മറ്റുള്ളവരൊന്ന് കാണട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് നാം അത് ചെയ്യുന്നതാണ് തെറ്റെന്ന് പറയുന്നത്. നാം പാർക്കുന്ന വീട്, നാം യാത്ര ചെയ്യുന്ന വാഹനം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏതൊരു അനുഭവങ്ങളാണെങ്കിലും അത് അനുഭവിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ അത് തെറ്റായ രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നതാണ് തെറ്റെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവേ എന്റെ ന്യായത്തെ ശ്രദ്ധിക്കണമേ. തന്റെ ഭാഗത്താണ് പൂർണ്ണ ന്യായമെന്ന് ദാവീദിന് ബോധ്യമുണ്ട്. തന്റെ ഭാഗത്താണ് പൂർണ്ണമായ ന്യായമെന്ന് തനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് താൻ പറയുകയാണ്, എന്താ പറയുന്നത്? യഹോവേ എന്റെ ന്യായത്തെ കേൾക്കണമേ. മനുഷ്യരുടെ കോടതികളിൽ തനിക്ക് നീതി കിട്ടുകയില്ലെന്ന് താൻ തിരിച്ചറിഞ്ഞു. മാനുഷികമാകുന്ന കോടതികളിൽ പലപ്പോഴും നീതി കിട്ടാത്ത ഒത്തിരി ആളുകളെ നമുക്കറിയാം. ഈ ലോകത്തിലെ കോടതികൾ നീതിയോടുകൂടെ ചിലപ്പോൾ എന്ത് വരാം? നീതി കിട്ടിയില്ലെന്ന് വരാം. പക്ഷേ ഒന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്,
ദൈവമേ, ഞാൻ നിന്റെ മുൻപിൽ നിരപരാധിയാണെന്ന് നീ അറിയുന്നു. സ്തോത്രം. ചില കാര്യങ്ങളിൽ നമ്മളെ തിരുത്താൻ പോകണ്ട. അവരെന്താണ് വിശ്വസിച്ചിരിക്കുന്നത്, നമ്മളെ കുറിച്ച് എന്താണ് അവർ കണക്ക് കൂട്ടിയിരിക്കുന്നത്, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരുപക്ഷെ നീ അത് തിരുത്താൻ പോയാൽ അത് വലിയൊരു ഭാരമായിട്ട് തീരാ. പക്ഷെ ഇന്ന് പകൽക്കാലം പറയാ, ദൈവത്തിന്റെ സന്നദ്ധിയിൽ നീ നിരപരാധിയാണെന്ന്, നീ കുറ്റമറ്റ മനസാക്ഷിയുള്ളവനാണെന്ന് ദൈവത്തിന് ബോധ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവമേ, ഞാനൊരു നിരപരാധിയാണെന്നും എന്റെ ഭാഗത്തെ നീതിയെ അവിടുന്ന് കാണണമേ എന്നുള്ളൊരു അപേക്ഷയാണ് ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമൻ. അത് കഴിഞ്ഞ് അതിന്റെ രണ്ടാം വാക്യം നമ്മൾ വായിച്ചു. ആമൻ. അടുത്തത് കപടമില്ലാത്ത അധരത്തിൽ നിന്നുള്ള വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്, കപടമില്ലാത്ത അധരം. സ്തോത്രം. അതും നമ്മള് ചെറിയ നിലകളിൽ ചിന്തിക്കുവാനിടയായിട്ടാണ്. അപ്പോൾ ഇവിടെ നാം വായിച്ചത് വളരെ സങ്കീർത്തനക്കാരൻ പറയണേ, എന്റെ ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരത്തിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിന്റെ സന്നദ്ധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിന്റെ കണ്ണുനേർ നേർ കാണുമാറാകട്ടെ. തന്റെ ജീവിതത്തെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു ഉറപ്പ് തനിക്കുണ്ടായിരുന്നു. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, ആരെല്ലാം നിന്നെ കുറ്റപ്പെടുത്തിയാലും, ആരെല്ലാം നിന്നെ വിടക്കണ്ണെന്നെണ്ണിയാലും, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, നമ്മെ അറിയുന്ന ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട്. നീ നിരപരാധിയാണെന്നോ, നീ കുറ്റമില്ലാത്തവനാണെന്നോ അറിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ചിലതൊന്നും നമ്മള് തിരുത്താൻ പോകണ്ട. നമ്മൾ സത്യസന്ധനാണെന്നോ അല്ലെങ്കിൽ തെളിയിക്കാൻ പോകണ്ട. അവർ നമ്മളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? അറിയുന്നു. സ്തോത്രം. ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. തുടർന്ന് ഒരു ചിന്ത നമുക്ക് ചിന്തിക്കാം. 1 പത്രോസിന്റെ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ് ഈ വാക്യം വായിക്കുവാനിടയായി തീർന്നത്. യേശുവിന്റെ ശിഷ്യനായ മുക്കുവനായിരിക്കുന്ന വളരെ മിടുക്കനായിട്ടുള്ള ഈ പത്രോസ് യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗം അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു ഭാഗം ഇവിടെ നാം വായിച്ചത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാ. ഇങ്ങനെ ഒരു വ്യക്തി പറയണമെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ഏതൊക്കെയോ മൂലകളിൽ, ജീവിതത്തിന്റെ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ തന്നെ കരുതിയൊരു ദൈവത്തെ തനിക്ക് പരിചയമുണ്ടായിരുന്നു. ആ പരിചയത്തിന്റെയും ആ അനുഭവത്തിന്റെയും വെളിച്ചത്തിലാണ് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണെന്ന്. നമുക്കറിയാം, ഗന്നസരേത്ത് തടാകത്തിൽ അല്ലെങ്കിൽ ആ കടൽക്കരയിൽ യേശു കർത്താവ് ചെന്നൊരു സംഭവം നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. 5-ാം അധ്യായത്തിലാണല്ലോ ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ വലിയൊരു പുരുഷാരം എന്ത് ചെയ്യുന്നറിയാമോ? കേൾക്കേണ്ടതിന് തിക്കിക്കൊണ്ടിരിക്കുകയിൽ അടുത്തു അവൻ കണ്ടു. വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി
നീക്കണമെന്ന് അവനോട് കൽപ്പിച്ചു. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ഈ സംഭവമാണ് പത്രോസിന്റെ ജീവിതത്തിൽ ലേഖനം എഴുതുമ്പോൾ താൻ പറയുകയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. എന്താ കാരണം എന്നറിയാമോ? ദീർഘനാളുകൾക്ക് മുൻപേ തന്റെ ജീവിതത്തിൽ വളരെ നിരാശപ്പെട്ട ഒരു ദിനമുണ്ടായിരുന്നു. ആ ദിനത്തിൽ എനിക്ക് വേണ്ടി കരുതിയൊരു ദൈവം തന്റെ ജീവിത അനുഭവത്തിൽ താൻ മനസ്സിലാക്കിയ ഒരു സമയമാണ്. അത് പിന്നീട് താൻ എഴുതിയപ്പോൾ എഴുതി ചേർക്കുകയാണ്, അവൻ എനിക്ക് വേണ്ടി കരുതിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയോ കരുതാൻ ആ ദൈവം ശക്തനായ ദൈവമാണെന്ന്. പ്രൈസലോ. നമുക്കറിയാം, പത്രോസിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത 3 അനുഭവങ്ങളുണ്ട്. ഒന്ന് ഈ അനുഭവമാണ്, നിരാശയുടെ രാത്രി. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് ഒരു കേവലം ഒരു സ്ത്രീയുടെ മുൻപിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ രാത്രി. മറ്റൊരനുഭവം എന്ന് പറയുന്നത് കോഴി കൂവുന്നതിന് മുൻപേ നീ എന്ത് ചെയ്യും? തള്ളിപ്പറയോ. അതിനുശേഷം യേശുവിനെ നോക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തു? അതിദുഃഖിതനായി വന്ന് പൊട്ടിക്കരഞ്ഞ ഒരു രാത്രി ഉണ്ടായിരുന്നു. ഈ 3 അനുഭവങ്ങളും പത്രോസിന് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, മറക്കാൻ പറ്റാത്ത രാത്രി. അതിലെ ഒരു രാത്രിയാണ് തന്റെ ജീവിതത്തിൽ നിരാശയുടെ രാത്രി. മീൻ കിട്ടാൻ വേണ്ടി വല വീശിയിട്ട് ഒന്നും കിട്ടാതെ നിരാശനായി നിന്ന ആ ദിവസം. അന്ന് യേശു ആ കരയിൽ വന്ന് അവനോട് പറയുകയാണ്, നീ വല എന്ത് ചെയ്യുക? നീട്ടി ആഴത്തിലേക്ക് വീശുക എന്ന് പറഞ്ഞ് ആ വാക്കുകളെ അനുസരിച്ച പത്രോസിന് വലിയൊരു കരുതൽ ആ തടാകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ലഭിക്കുവാനിടയായിട്ട് പത്രോസ് ഇവിടെ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ എന്ത് ചെയ്യുക? ഇട്ടുകൊള്ളുക. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതും. സ്തോത്രം. ലോകത്തിൽ നമുക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തും കുടുംബത്തിന്റെ കാര്യമൊക്കെ ഓർത്ത് പലപ്പോഴും കരുതലില്ലാതെ അല്ലെങ്കിൽ ഒന്നും നീക്കി ബാക്കിയില്ലാതെ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഈ ദൈവത്തിന്റെ കരുതലുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത്. ഒരു മനുഷ്യന് വേണ്ടി ദൈവം കരുതി വെക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ തക്ക സമയത്താണ് ദൈവം ഒരു മനുഷ്യന് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത്. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത്. ആ കാര്യം അങ്ങനെ പോയാൽ എന്തായിത്തീരും? ഈ കാര്യം ഇങ്ങനെ ആയിത്തീർന്നാൽ എങ്ങനെ മുൻപോട്ട് പോകും? അടുത്ത മാസത്തെ വാടക എങ്ങനെ കൊടുക്കും? സ്തോത്രം. ഇങ്ങനെയുള്ള ഒത്തിരി ചിന്തകൾ നമ്മളെ ഭരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ചിന്തയില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിലില്ല. വിചാരമില്ലാത്ത ആളുകൾ ഭൂമിയിലില്ല. എന്നാൽ ആ ചിന്താകുലങ്ങളെയൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഭാരങ്ങളെല്ലാം മാറിപ്പോകുന്നത്. എന്നെ സഹായിക്കാൻ ഒരാളുണ്ട്, എനിക്ക് വേണ്ടി കരുതാൻ ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, എന്റെ ദൈവമാണെന്നുള്ള തിരിച്ചറിവാണ് അതിലെ ഏറ്റവും വലിയ സ്തോത്ര സത്യമെന്ന് പറയുന്നത്. എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനേക്കാൾ ആ മനുഷ്യന്റെ കരത്തെ ചലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുവാനിടയായി തീരും. സ്തോത്രം. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ ദൈവം കരുതിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്. അബ്രഹാം ഇസ്ഹാക്കുമായിട്ടുള്ള ആ സന്ധി സംഭാഷണം നമ്മൾക്ക് കേൾക്കുവാനും അറിയുവാനും പരിചയമുള്ള ഭാഗമാണ്. നോക്കൂ, അതിന്റെ 7-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്. ദൈവം തനിക്ക്
ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞു. ഒന്നും കാണാനില്ലാത്ത മോറിയ മലയുടെ മുകളിലേക്ക് യാത്ര ചെയ്യുകയാണ്. സ്തോത്രം. അബ്രഹാമിനറിയാം യാഗമൃഗമാക്കേണ്ട, ഹോമയാഗം കഴിക്കേണ്ട മകൻ എന്റെ മുൻപിൽ നടന്നു പോകുകയാണ്. ആമേൻ. സ്തോത്രം. അവന്റെ ചുമലിൽ വിറക് കെട്ടുണ്ട്. സ്തോത്രം. അപ്പന്റെ കയ്യിൽ കത്തിയുമുണ്ട്, തീയുമുണ്ട്. എന്നാൽ മകനൊരു സംശയം മറ്റൊന്നുമല്ല. അപ്പ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്. പക്ഷെ യാഗത്തിനുള്ള യാഗമൃഗം എവിടെ എന്നുള്ള ചോദ്യത്തിന്റെ നടുവിൽ അപ്പന്റെ ഹൃദയമൊന്ന് പെടഞ്ഞു. അത് മറ്റൊന്നുമല്ല, അപ്പന്റെ മുൻപിൽ നടക്കുന്ന അപ്പനോട് ചോദിക്കുന്ന ഈ മകനെയാണല്ലോ ഞാൻ അവിടെ യാഗത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതെന്ന് മകനോട് പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ്. സ്തോത്രം. എന്നാൽ നോക്കി രണ്ടുപേരും ഒരുമിച്ച് നടന്നു നീങ്ങുകയാണ്. മോറിയ മലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മലയുടെ മുകളിലേക്ക് നടന്നു നീങ്ങുന്ന സമയത്ത് മകൻ ചോദിക്കുന്ന ചോദ്യത്തിന് അപ്പനൊറ്റ ഉത്തരമേ പറയാനുള്ളൂ. മകനെ, ഹോമയാഗത്തിനുള്ള മൃഗത്തെ ദൈവം നോക്കിക്കൊള്ളും. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മുടെ തലമുറകൾ നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന പല ചോദ്യത്തിനും ഉത്തരം പറയാൻ നിനക്ക് കഴിയത്തില്ലായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ നോക്കി പറയുന്നു, യഹോവ കരുതിക്കൊള്ളൂ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യ. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. പല കാര്യങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ വ്യാകുലപ്പെടുന്നവർ ഈ കൂട്ടത്തിന്റെ നടുവിലുണ്ട്. തലമുറകളെ ഓർത്ത് വ്യാകുലപ്പെടുന്നവർ. കുടുംബത്തിന്റെ അവസ്ഥകൾ എന്തായി തീരുമെന്ന് ഓർത്തുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ അടക്കി വച്ചിരിക്കുന്ന ഭാരത്തിന്റെ അനുഭവം. പക്ഷെ ഇന്ന് പകൽക്കാലം പറയാം, ഇതിനെല്ലാം ഒരു ഉത്തരമുണ്ട്. ദൈവം നിനക്ക് വേണ്ടി കരുതും. അബ്രഹാം പറയുകയാണ്, മകനെ, യഹോവ എന്ത് ചെയ്യും? നോക്കിക്കൊള്ളും. സ്തോത്രം. ആ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് ആ വാക്കുകൾ കടന്നു വന്നു എങ്കിലും ആ ഹൃദയം പെടഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം തന്റെ കയ്യിലിരിക്കുന്ന ആ മൂർച്ചയേറിയ കത്തി പതിക്കേണ്ട അല്ലെങ്കിൽ ആ മോറിയ മലയുടെ മുകളിൽ സമർപ്പിച്ചു കൊടുക്കേണ്ട ഒരു മകന്റെ ചോദ്യത്തിന്റെ മുൻപിൽ അല്പമൊന്ന് ആശങ്കപ്പെട്ടെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം താൻ കൈവിട്ടില്ല. പ്രിയമുള്ളവരെ, ചില സന്ദർഭങ്ങളിൽ ചോദ്യ ശരങ്ങൾക്ക് മുൻപിൽ എന്തു പറയുമെന്ന് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ നിന്നെ ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം ഈ മകൻ അത് ചോദിക്കാനുള്ള കാരണം മകൻ ഒരുപക്ഷെ യാഗത്തെ കുറിച്ചോ സ്തോത്രം ആരാധനയെ കുറിച്ചൊക്കെയുള്ള ഒരു അറിവ് തനിക്കുണ്ട്. കാരണം ആരാധന നടക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഒരു യാഗമൃഗമുണ്ടായിരിക്കണം. ഈ യാഗമൃഗം കാണാത്തത് കൊണ്ടാണ് മകന്റെ അകത്ത് നിന്ന് ആ ചോദ്യം എന്ത് ചെയ്ത് ഉണ്ടാകുവാനിടയായിട്ടാണ്. പക്ഷെ അപ്പൻ പതറിപ്പോയില്ല. കറക്റ്റായ ഒരു ഉത്തരം കൊടുത്തു. മകനും അതെന്ത് ചെയ്ത്? വിശ്വസിച്ചു. നോക്കിയേ, ദൈവം നോക്കിക്കൊള്ളും എന്ന് പറയുമ്പോൾ ഇസ്ഹാക്കും അത് വിശ്വസിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇല്ലേ? ആ വിശ്വാസത്താൽ രണ്ടുപേരും മോറിയ മലയുടെ മല കയറിക്കൊണ്ട് മുകളിലേക്ക് കടന്നു.
അവിടെ ചെന്ന് ആമ വിറയ്ക്കുന്ന അപ്പന്റെ കരങ്ങളിൽ ആമൻ ആ ഹോമയാഗപീഠമൊക്കെ എന്ത് ചെയ്തു? പണിയുവാനിടയായി തീർന്നു. ആമ കല്ലിന്മേൽ കല്ല് പറക്കി വെച്ച് ആമ യാഗപീഠമൊക്കെ പണിത് അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോയ ഈ വിറക് കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? അടുക്കി വെച്ചിരിക്കുകയാണ്. അടുക്കി വെച്ചു. അതിനുശേഷമായിട്ട് ആമ തന്നെക്കാൾ ആരോഗ്യമുള്ള ഈ മകനെ എന്ത് ചെയ്യാണ്? യാഗത്തിന് വേണ്ടി യാഗപീഠത്തിന്റെ മുകളിൽ കിടത്തുകയാണ്. ഈ മകൻ ആ മലയുടെ മുകളിൽ വെച്ച് ആമൻ അപ്പനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എന്റെ ജീവൻ വെച്ചാണോ കളിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ആരോഗ്യം ആർക്കുണ്ട്? ഈ മകനുണ്ട്. എന്താ കാരണം? ഈ മകനെ കിടത്തുന്ന വിറകെട്ട് മുഴുവനും ആരാ ചുമന്നത്? ഇസഹാക്കാ ചുമന്നത്. അപ്പോൾ ആരോഗ്യമുള്ള ഈ മകന് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. പക്ഷെ അപ്പന്റെ ഇംഗിതത്തിന് അല്ലെങ്കിൽ അപ്പന്റെ വാക്കുകൾക്ക് ആര് വിധേയനായി മാറി? മകൻ വിധേയനായി മാറി. നോക്കൂ, ആമൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഒരപ്പനും മകനും കൂടെ ആ മോറിയ മലയുടെ മുകളിൽ എന്ത് ചെയ്യുകയാണ്? അനുസരണം കാണിക്കുകയാണ്. ഇത് പറയാനും പ്രസംഗിക്കാനും കേൾക്കാനും ഒരുപക്ഷെ എളുപ്പമാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലിൽ ഒരു മുള്ളുകുത്തിയാൽ, അവർക്കൊരു വയറുവേദനയുണ്ടായാൽ, അവർക്കൊരു തലവേദനയുണ്ടായാൽ, അവർക്കൊരു പ്രയാസമുണ്ടായാൽ അപ്പന്റെ അമ്മയുടെയും മുഖം വാടും. ആമെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒത്തിരി പ്രയാസങ്ങൾ അവരെ എന്ത് ചെയ്യും? അലട്ടുവാനിടയായി തീരും. എന്നാൽ ഒരു മകനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരപ്പന്റെ ഹൃദയത്തിന്റെ അവസ്ഥ ആമനൊന്ന് ആലോചിച്ചു നോക്കി. എന്നാൽ മരണമെങ്കിൽ മരണം, ആമൻ വരട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ഒരു മകൻ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ആമൻ അങ്ങനെ ആമൻ ആ മകൻ ബന്ധിക്കപ്പെട്ടവനായി വിറകിന്റെ മുകളിൽ മലർത്തി കിടത്തിയിരിക്കുന്ന ആ മകന്റെ കഴുത്തിന് നേരെ ആകാശാന്തരീക്ഷത്തിൽ അപ്പന്റെ കയ്യിലിരിക്കുന്ന സ്തോത്രം കത്തി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. സ്തോത്രം. ആ മലമുകളിൽ തടസ്സം ചെയ്യുവാൻ ആരുമില്ല. വിജനമായിട്ടുള്ള ആ മലയുടെ മുകളിൽ മറ്റാരെയും അവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ ആമൻ അബ്രഹാമിനോട് സംസാരിച്ച ദൈവത്തിന്റെ ശബ്ദം ആ മലമുകളിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, കഴിഞ്ഞ രാത്രി നിന്റെ കാതുകളിൽ കേട്ട, നിന്റെ ഹൃദയത്തിൽ കേട്ട ഒരു ദൈവ ശബ്ദമുണ്ടല്ലോ. 10 വർഷത്തിന് മുൻപ്, 6 മാസത്തിന് മുൻപ് രക്ഷിക്കപ്പെടുന്ന നാളുകളിൽ നീ കേട്ട ഒരു ദൈവ ശബ്ദമുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, സ്തോത്രം. പറഞ്ഞവൻ മാറിപ്പോയാലും വാക്ക് തന്ന ദൈവം മാറുകയില്ല. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ പറഞ്ഞ ദൈവം എവിടെ വന്നിരിക്കുകയാണ്? മോറിയ മലയുടെ മുകളിൽ ആരെത്തിയിരിക്കുന്നു? സർവശക്തനാകുന്ന ദൈവം എത്തിയിരിക്കുന്നു. നോക്കിയേ, അബ്രഹാം തന്റെ ഏകജാതനാകുന്ന മകനെ തരുവാൻ മടിയില്ല എന്ന് ആർക്ക് മനസ്സിലായി? ദൈവത്തിന് മനസ്സിലായി. സ്വത്രം. പണമല്ല ദൈവം ചോദിച്ചത്, ഏതെങ്കിലും വസ്തുവല്ല ചോദിച്ചത്. അതൊക്കെ ആയിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു. സ്വന്തം രക്തത്തിൽ പിറന്നു വീണ് കാത്തിരുന്ന് പ്രാപിച്ചൊരു വാഗ്ദത്ത സന്തതിയെ ദൈവം തിരികെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു അപ്പന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. പക്ഷെ അപ്പനൊന്നറിയാമായിരുന്നു, ഇതിനെ തന്ന ദൈവം തിരിച്ചു വാങ്ങിയാൽ മറ്റൊന്നിനെ നൽകിത്തരാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസമായിരുന്നു. ഹല്ലേലൂയ. നോക്കി, അന്തരീക്ഷത്തിൽ തന്റെ കൈകളിൽ വെട്ടിത്തിളങ്ങുന്ന മൂർച്ചയുള്ള കത്തി ആകാശമണ്ഡലത്തിൽ അന്തരീക്ഷത്തിൽ ഉയർന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം മറ്റൊന്നുമല്ല, കഴിഞ്ഞ രാത്രിയിൽ അബ്രഹാം കേട്ട അതേ ശബ്ദമായിരുന്നു. അബ്രഹാമേ, 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 ബാലന്റെ മേൽ നീ കൈവെക്കരുത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മല കയറിയപ്പോൾ അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട്, ആമൻ ദൈവം മകനെ നോക്കിക്കൊണ്ടു. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഉടഞ്ഞ, ആമൻ തകർന്ന, കലങ്ങിയ മനസ്സുമായി, ആമൻ ഒട്ടിയ വയറുമായി, നിറഞ്ഞ കണ്ണുകളുമായിട്ട് ഈ പ്രാർത്ഥനാ യോഗത്തിൽ കടന്നു വന്നിട്ടുള്ള പ്രിയ സഹോദരി, പ്രിയ സഹോദര, പ്രിയ പിതാവേ, ആമൻ ഇത് എന്നോടുള്ള ദൈവിക ആലോചനയാണ്, ഇത് നിന്നോടുള്ള ദൈവിക സന്ദേശമാണ്. ഇന്ന് പകൽക്കാലം ആ ദൂത് കയറി പിടിക്ക. ആമൻ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ ഇന്ന് പകരം ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അതെന്താണെന്നറിയാമോ? അമാനുഷികമായിട്ട് ദൈവം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് കണക്ക് കൂട്ടിയാൽ ആമൻ എങ്ങോട്ട് എത്താൻ കഴിയുകയില്ല. ആമൻ എന്നാൽ അതിന്റെ അപ്പുറത്ത് ആഴമേറിയൊരു വിശ്വാസമാണ് അത് പ്രാപിക്കുവാൻ ഇടയാക്കി തീർക്കുന്നത്. നോക്കിയേ, നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാമിന്റെ കയ്യിലിരുന്ന കത്തി താഴേക്ക് വീണു. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. ആ വിജനമായ മോറിയ മലയുടെ മുകളിൽ ഒരിക്കലും എവിടെ നിന്നും എത്താൻ കഴിയാത്ത ഒരു ആട്ടുകൊറ്റനവിടെ കുരുങ്ങിക്കിടക്കുകയാണ്. സ്തോത്രം. അത് താഴേന്ന് കയറി വന്നതൊന്നുമല്ല കേട്ടോ. ഇന്ന് പകൽക്കാലം പറയാം, സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലെ ദൈവം ആമേൻ അബ്രഹാമിന് വേണ്ടി ആ മലയുടെ മുകളിൽ ഒന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. നീ ഏത് വിജനമായ പ്രദേശത്ത് താമസിച്ചാലും, ആമൻ ഏത് ശത്രുവിന്റെ കൂടിന്റെ അകത്ത് നീ താമസിച്ചാലും, ഇന്ന് പകൽക്കാലം പറയാൻ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒന്നിനെ തടുക്കാൻ ലോകത്തിലുള്ള ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൂത് മനസ്സിലായിട്ടുള്ള ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഒരു പ്രതീക്ഷയുമില്ലാത്ത ഇടത്ത് ആണ് ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയുന്നത്. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച തന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നു. ചെന്ന സമയത്ത് ഈ ആടിനെ അവർ കണ്ടു? കണ്ടിട്ടില്ല. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് തക്ക സമയത്താണ്. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് തക്ക സമയത്ത്. ഹാഗാറും ഇസ്മായേലും ആ മരുഭൂമിയിൽ ചെന്ന സമയത്ത് അവരാ ഉറവ കണ്ടിട്ടില്ല. ആമൻ അബ്രഹാമും ഇസഹാക്കും ആ മോറിയ മലയുടെ മുകളിൽ ചെല്ലുന്ന സമയത്ത് ആ ആടിനെ കണ്ടിട്ടില്ല. പക്ഷെ എപ്പോഴാണിത് സംഭവിച്ചത്? നൊടിയിടയിൽ ദൈവം തന്റെ മകന് വേണ്ടി കരുതാനിടയായി തീർന്നെങ്കിൽ ഇന്നത്തെ ആരാധന കഴിയുമ്പോൾ ആമൻ നിന്റെ ഭവനത്തിൽ ചിലത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയൂ. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലത് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവത്തിന് കഴിയൂ. ഹല്ലേലൂയ. ദൈവത്തിന് ഒരുപാട് സമയമൊന്നും വേണ്ട. ദൈവത്തിന് ഒരുപാട് സമയമൊന്നും വേണ്ട. ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടിയെ തളർപ്പിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ അവനത് പൂത്തും ഗതാഫലം കായി. ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചോട്ടെ, പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ നൊടിയിട കൊണ്ട് അവൻ നൊടി നേരം. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? എന്റെ കുടുംബത്തിൽ ചില മാറ്റങ്ങൾ ദൈവം ഈ ദിവസങ്ങൾ ചെയ്യും. അവൻ എന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ദൈവം ഈ ദിവസങ്ങൾ ചെയ്യും. എന്റെ സഭയ്ക്കകത്ത് ദൈവം ചില മാറ്റങ്ങൾ എനിക്ക് വേണ്ടി ദൈവം ചെയ്യാനിടയായി തീരുമെന്ന് ദൈവജനം വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആമേൻ. സ്തോത്രം. കുരുങ്ങിക്കിടക്കുന്ന ആട്ടുകൊറ്റനെ കൊണ്ടുവന്ന് അവരെന്ത് ചെയ്തു? യാഗം കഴിച്ചു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനായ ഇസഹാക്കിനെ നീ തരുവാൻ മടിക്കായി കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. സ്തോത്രം.
ഞാൻ നിന്നെ ഐശ്വര്യമായി എന്ത് ചെയ്യുന്നറിയാമോ? അനുഗ്രഹിക്കും. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടോ? അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. നോക്കിയേ, ഈ യാഗം കഴിഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ഇറങ്ങി വരികയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ചുമടുകൾ മാറ്റുന്നത്. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ഭാരം നീക്കുന്നതാണ്. സ്തോത്രം. ആരാധനയ്ക്ക് വന്നപ്പോൾ വളരെ ഭാരത്തോടു കൂടി വന്നതാണ്, വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇതിന്റെ അകത്തേക്ക് വന്നത്. പക്ഷെ ആരാധന കഴിഞ്ഞപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആശ്വാസം ദൈവം എനിക്ക് തന്നു, ഒരു ധൈര്യം എനിക്ക് തന്നു, ഒരു വിശ്വാസം എനിക്ക് തന്നു. എന്റെ കാര്യത്തിന്മേൽ, ഞാൻ നേരിടുന്ന വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ലഭിച്ചു. ഇതാണ് ആരാധനയിൽ സംഭവിക്കുന്നത്, ഇതാണ് പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്. നോക്കിയേ, ആരാധനയ്ക്ക് അവർ പോയപ്പോൾ എങ്ങനെയാ പോയത്? ആമേൻ. വളരെ ആ മോന്റെ ചുമലിൽ എന്തുണ്ട്? ഒരു ചുമട് കെട്ടുണ്ട്. സ്തോത്രം. അപ്പന്റെ കയ്യിൽ എന്തുണ്ട്? കത്തിയും വിറവും. ആമേൻ. കത്തിയും തീയുമുണ്ട്. നോക്കിയേ, തന്നെ അപ്പന്റെ ഹൃദയത്തിൽ വലിയൊരു ഭാരവുണ്ട്. മകന്റെ ചുമലിലാണ് ആ ഭാരം കെട്ടിവെച്ചിരിക്കുന്നതെങ്കിൽ അപ്പന്റെ ഹൃദയത്തിലാണ് ആ ഭാരം. ആമൻ. അവർ രണ്ടുപേരും ഭാരത്തോടാണ് പോയതെങ്കിൽ അവർ തിരിച്ചു വന്നത് ആ ഭാരമല്ല, മോറിയാ മലയുടെ മുകളിൽ ഇറക്കി വെച്ചില്ല. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആരാധനയ്ക്ക് പോയതുപോലല്ല അവർ തിരിച്ചു വരുന്നത്. അപ്പന്റെ ഹൃദയത്തിന്റെ ഭാരം മാറിപ്പോയി, മകന്റെ ചുമലിരുന്ന ആ ഭാരവും എന്ത് ചെയ്തു? മാറിപ്പോയി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ്, പ്രിയ സഹോദര, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിന്നെ നോക്കി വിളിച്ചു പറയുകയാണ്, നീ വന്നതുപോലെ പോകരുത്. നിന്റെ ഭാരം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ദൈവം അത് ഏറ്റെടുക്കുവാനിടയായി. ദൈവം അത് എന്ത് ചെയ്യും? ഏറ്റെടുക്കുവാനിടയായി തീരും. സ്തോത്രം. അങ്ങനെ അവരവിടെ നിന്ന് എന്ത് ചെയ്തു? മടങ്ങി വന്നു. 16-ാമത്തെ വാക്യം, 22:16. നീ കാര്യം നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അടുത്ത വാക്യം, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ. നിന്റെ സന്തതിയെ. ഒരു ആരാധന കഴിഞ്ഞപ്പോൾ കിട്ടിയ വാഗ്ദത്തം എന്താണെന്നറിയാമോ? ആമൻ. നീ അത് തരാൻ മടിക്കായകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തമായി വർദ്ധിപ്പിക്കും. ഇസ്രായേൽ ജനം ആമൻ നേരിട്ടിട്ടുള്ള പ്രതിസന്ധികളെ പോലെ മറ്റൊരു രാജ്യങ്ങളും നേരിട്ടിട്ടില്ല. ഇന്നും ധാരാളം യുദ്ധങ്ങൾക്ക് അവർ സാക്ഷികളാണ്. ആമൻ. അവരെ തൂത്തുവാരി തുടച്ചു കളയുവാനുള്ള ആയുധ സാമഗ്രികൾ മറ്റ് രാജ്യങ്ങളുടെ പക്കലുണ്ട്. ആമൻ. അവരെ തകർത്ത് കളയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇന്നും അവർ ഭൂമുഖത്ത് തുടച്ചു മാറ്റപ്പെട്ടിട്ടില്ല. എന്താ കാരണമെന്നറിയാമോ? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ഒരു വാഗ്ദത്തം ദൈവം അത് അവരിലൂടെ നിവർത്തിക്കുവാനിടയായിട്ട്. അതുകൊണ്ടാണ് മിസ്രൈമിൽ അവർ പോയി. ആമൻ. എത്ര പേരാ പോയത്? എത്ര പേരാ മിസ്രൈമിലേക്ക് പോയത്? 70 പേർ. അവർ തിരിച്ചു വരുന്നത് എത്ര പേരായിട്ടാ? ഏകദേശം 30 ലക്ഷം ആളോളമായിട്ടാണ് അവർ മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? തിരിച്ചു വരുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, യോസേപ്പിനെ അറിയാത്ത ഒരു ഫറവോൻ അവിടെ വന്നു. അവന്റെ ഉദ്ദേശം ഈ ഇസ്രായേൽ മക്കളെ എങ്ങനെയെങ്കിലും നിലംപരിശാക്കണം. അവരുടെ വർധനവ് എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. അതുകൊണ്ട് ഇസ്രായേൽ സ്ത്രീകൾ പ്രസവിക്കുന്നതിന് മുൻപേ ആ പ്രസവ ശയ്യയിൽ വെച്ച് തന്നെ ആ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? കൊന്നുകളയണം എന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. നിങ്ങൾക്ക് കേൾക്കണമോ? അവിടുത്തെ പീഡ വർദ്ധിക്കും തോറും അവർ വർദ്ധിച്ചു കൊണ്ടിരിക്കുവാനിടയായി തീർന്നു. ദൂത് മനസ്സിലാകുന്നുണ്ടോ? ദൈവമക്കളെ, നിങ്ങൾക്കെതിരെയുള്ള പീഡകൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ
ദൈവസഭയ്ക്ക് നേരെ വർദ്ധിക്കുന്നോരോ ദൈവമക്കൾ വർദ്ധിക്കുകയാണ്. അവരുടെ ജനനത്തെ തടയുവാൻ ആർക്കും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ വീണ്ടും ജനനത്തെ. ലോകത്തിൽ സുവിശേഷത്തിനെതിരാണ് ഏറ്റവും വലിയ വെല്ലുവിളികൾ നടക്കുന്നത്. ഏറ്റവും ചൈനയിൽ വലിയ വെല്ലുവിളികളുണ്ട്, ഇറാൻ നമുക്കറിയാം. പക്ഷെ ഇവിടെയൊക്കെ ധാരാളം ആളുകൾ യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു സെൻസസിൽ കൂടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ, സ്തോത്രം. സുവിശേഷത്തിന് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിൽ ധാരാളം ആളുകൾ യേശുവിന്റെ സാക്ഷികളായി തീർന്നുകൊണ്ടിരിക്കുകയാ. എന്താ കാരണമെന്നറിയാമോ? സുവിശേഷത്തിന് ബന്ധനമില്ല. ഇതിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. ഇത് വാളുകൊണ്ട് തടയാൻ പറ്റിയതല്ല. ഇത് വടിവാളുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. ഇത് തോക്കുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്നതല്ല എന്ന പകൽക്കാലം വിളിച്ചു പറയാ. ഇതിനെ ബ്ലോക്ക് ചെയ്യുവാൻ ലോകത്തിലുള്ളൊരു ശക്തിക്കോ ഒരു മനുഷ്യന്റെ ഇടപെടലിനോ കഴിയുന്നതല്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വചനമാണ്. ആമേ, പത്രോസ് പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളു. ആമേ, നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 6:8 എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ആ വലിയ പ്രളയത്തിൽ നോഹയെയും തന്റെ കുടുംബത്തെയും ദൈവം എന്ത് ചെയ്തു? രക്ഷിക്കുവാനിടയായി. ആ തലമുറയിൽ മറ്റാർക്കുമില്ലാത്ത ദൈവകൃപ ആർക്ക് ലഭിച്ചു? നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. സ്തോത്രം. വെള്ളം പൊങ്ങി. ആ നാട്ടിലുള്ള സകലരും എന്ത് ചെയ്തു? പ്രളയത്തിൽ അകപ്പെട്ടു. എല്ലാവരും ചത്ത് വെള്ളം കുടിച്ച് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. പക്ഷെ നോഹയെയും തന്റെ കുടുംബത്തെയും ദൈവം ഭദ്രമായിട്ട് പരിപാലിക്കുവാനിടയായിട്ട്. ഇതാണ് ദൈവത്തിന്റെ പ്രവർത്തനം. ഒരു ഭാഗത്ത് വെള്ളം നാശമായി മാറിയപ്പോൾ മറുഭാഗത്ത് നോഹയ്ക്കും കുടുംബത്തിനും ആ വെള്ളം രക്ഷയായിട്ട് മാറുവാനിടയായിട്ട്. എന്താ കാരണം? ആ വെള്ളത്തിന്റെ മുകളിലാണ് നോഹയും തന്റെ കുടുംബവും പെട്ടകത്തിലൂടെ സഞ്ചരിച്ചത്. ആ വെള്ളം ആർക്ക് രക്ഷയായി മാറി? നോഹയ്ക്ക് കുടുംബത്തിന് രക്ഷയായി മാറി. എന്നാൽ മറു സൈഡിൽ ദൈവത്തെ അറിയാത്തവർക്ക് അതെന്തായി മാറി? നാശയോഗ്യമായിട്ട് മാറി. ആ വെള്ളത്തിലാണ് ഒരു ഭാഗത്ത് ന്യായവിധി. ആ വെള്ളം നടത്തിയപ്പോൾ ഇവരെ യാത്ര ചെയ്യുവാൻ അത് സഹായിച്ചു. ആ വെള്ളത്തിന്റെ മുകളിലൂടെ ഈ പെട്ടകം എന്ത് ചെയ്തു? സഞ്ചരിച്ചു. ഇവരിങ്ങനെ ചില ദിവസങ്ങളായി എന്ത് ചെയ്യുകയാണ്? ഈ വെള്ളത്തിന്റെ മുകളിലൂടെ പെട്ടകം യാത്ര ചെയ്യുകയാണ്. സ്തോത്രം. എന്നാൽ ഈ പെട്ടകത്തെ ഒരു ദിവസം ദൈവം കൊണ്ടുവന്ന് ഉറപ്പിച്ചു. എവിടെ കൊണ്ടുപോയി ഉറപ്പിച്ചു? അരാറാത്ത് പർവ്വതത്തിൽ കൊണ്ടുപോയി ഉറപ്പിച്ചു. നോഹ ഒരുപക്ഷെ ചിന്തിച്ചു കാണും, ഞങ്ങളുടെ പെട്ടകം ഇനി ഉറക്കത്തില്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ നോഹേ, നിന്റെ പെട്ടകത്തെ അരാറാത്ത് പർവ്വതത്തിൽ കൊണ്ടുപോയി ഒരു ദിവസം ഞാൻ ഉറപ്പിക്കൂ. ഒരു ദൂത് ഞാൻ പറയാം. നിനക്ക് ഒരു സ്ഥിരതയില്ലെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടോ? നിന്നെ സ്ഥിരപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു സ്ഥിരതയില്ലെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദിനം വരൂ. ഹല്ലേലൂയ. നോഹയെയും തന്റെ കുടുംബത്തെയും ദൈവം എന്ത് ചെയ്തു? ഓർക്കുവാനിടയായിട്ട്. എന്താ കാരണം എന്നറിയാമോ? അവർക്കില്ലാത്ത ഒരു കൃപ ആര് പ്രാപിച്ചു? നോഹ പ്രാപിക്കുവാനിടയായി തീർന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഈ തിരുവചന ഭാഗങ്ങളൊക്കെ പല സന്ദർഭങ്ങളിൽ നാം കേട്ടിട്ടുള്ളവരായിരിക്കാം. പക്ഷെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഒരു പുതുക്കം നിനക്ക് തരികയാണ്. അവൻ നിനക്കായി കരുതുന്ന ദൈവമാണെന്ന് ഒരിക്കൽ കൂടെ നിന്റെ ആത്മമണ്ഡലത്തിൽ അകത്തെ മനുഷ്യനെ തട്ടിയുറപ്പിക്കുന്ന ഒരു സന്ദേശം ദൈവം നമ്മളെ കേൾപ്പിച്ചിരിക്കുകയാണ്. നാളെ ഓർത്ത് വിചാരപ്പെടുകയാണ്.
ആമേൻ. നാളത്തെ കാര്യത്തെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുകയാണോ? അടുത്ത മാസത്തെ വിഷയത്തെ ഓർത്തുകൊണ്ട് നീ ദുഃഖിച്ചിരിക്കുകയാണോ? അടുത്ത വർഷം എന്തായി തീരുമെന്നുള്ള ആലോചനയാണോ? ആമേ. മക്കളുടെ ഭാവി ഓർത്തുകൊണ്ട് വിചാരപ്പെടുകയാണോ? ആമേ. കുടുംബത്തിന്റെ അവസ്ഥ എന്തായി തീരുമെന്ന് ഓർത്ത് വ്യാകുലപ്പെടുകയാണോ? ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കുകയാണ്. നീ ഭാരപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ആമേ. നിന്റെ മനസ്സ് കലങ്ങേണ്ട. ദൈവം നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവമാണ്. നമുക്ക് വേണ്ടി കരുതുന്നത്. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയണം. ഒരു നിമിഷം എല്ലാവരും ഈ ദൂതിന്റെ മുൻപിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളും നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ദൈവസന്നദ്ധയിൽ ഒരു നിമിഷം സമർപ്പിച്ചു കൊടുത്താണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഇന്നയോളം നടത്തിയ ദൈവത്തിന് മേലാല് നമ്മെ നടത്തുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഒന്ന് ഏകാഗ്രമാകട്ടെ. നമ്മുടെ ഹൃദയം ഒന്ന് ഏകാഗ്രമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം നിന്റെ ഹൃദയത്തോട് ഇടപെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നിന്നെ ഒന്ന് തട്ടി ഉണർത്തിയിരിക്കുകയാണ്. ആമേ. മരവിച്ചിരിക്കുന്ന, മയങ്ങിയിരിക്കുന്ന, ഉറങ്ങിയിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന ആത്മീയ അനുഭവത്തെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചിരിക്കുന്ന ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ അകത്തൊന്ന് കയറട്ടെ, അകത്തൊന്ന് കയറട്ടെ. അതൊന്ന് ക്രിയ ചെയ്യട്ടെ. ആ വചനത്തിന്റെ ശക്തി നമ്മുടെ അന്തരാത്മാവിലൊന്ന് ക്രിയ ചെയ്യട്ടെ. അകത്തെ മനുഷ്യനൊന്ന് ശക്തിപ്പെടട്ടെ. നമ്മയൊന്ന് ബലപ്പെടുത്തട്ടെ. നമ്മയൊന്ന് ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം ഒന്ന് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാ കാണുന്നു ഞാൻ ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗകനാ. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഓ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.